എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രിയരെ, ഇന്ന് രാവിലെ സമയം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാവ് കണ്ട ദർശനത്തിൽ സാറാഫുകൾ ചുറ്റും നിന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ആ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, ഉന്നതനായ ദൈവമാണ്, ആരാധനായിരിക്കുന്ന ദൈവമാണ്. നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ, എളിയവരും ബലഹീനരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. ദൈവത്തോട് ശത്രുക്കൾ, വെറുപ്പുളവാകുന്നവർ. അങ്ങനെ കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവം പരിശുദ്ധനായ ദൈവമാണ്. നാം ആരാധിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തെയാണ്. എങ്ങനെ വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ? 100-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിപ്പിൻ. നാം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ വിശുദ്ധരായി തീരണം. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപികളായിരുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? നമ്മുടെ പാപത്തെ ക്രിസ്തുവിൻ്റെ മേൽ ചുമക്കുവാൻ വേണ്ടി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നതുകൊണ്ട് നമുക്ക് എന്താ ലഭിച്ചത്? നമ്മുടെ പാപം നീങ്ങിയെന്ന് മാത്രമല്ല, ക്രിസ്തുവേശുവിൻ്റെ നീതി നമ്മുടെ മേൽ നൽകിയിരിക്കുകയാണ്. നമ്മെ ക്രിസ്തുവിൽ നീതീകരിച്ചിരിക്കുകയാണ്. നമ്മെ പരിശുദ്ധരാക്കി ശുദ്ധരാക്കി തീർത്തിരിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നാമം തന്നെ അതാണ്. നാം വിശുദ്ധർ എന്ന നാമത്തിന് യോഗ്യരായി തീർന്നിരിക്കുന്നു. ദൈവം പരിശുദ്ധനാകിയാൽ ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധരാകണം. ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് നാം വായിക്കുന്നു, ദൂതന്മാർ, സാറാഫുകൾ വിശുദ്ധിയോടുകൂടെ മഹോന്നതനായ ദൈവത്തെ പരിശുദ്ധനെന്ന് ആർത്തുഘോഷിക്കുകയാണ്. നാമും ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. നമ്മെ ദൈവം ഇന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി വിശുദ്ധരുടെ പട്ടികയിൽ ചേർക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായി ദൈവം നൽകി തന്നു. സ്തുതിക്കാം, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.